Fourth question. Safia saw the moon setting on Monday at 10 p.m. Her mother, who is a scientist, told her that every day the moon sets 5 by 6 hours later than the previous day. അപ്പോൾ സഫിയ മൺഡേയിൽ 10 PM മൂൺ സെറ്റാകുന്നത് കണ്ടത്. പക്ഷെ അവളുടെ അമ്മ ഒരു സയൻറ്റിസ്റ്റാണ്. അവളുടെ അമ്മ പറഞ്ഞു എല്ലാ ദിവസവും പ്രീവിയസ് ഡേയെക്കാട്ടിൽ 5 by 6 hours വൈകിയാണ് മൂൺ സെറ്റാകുന്നത് എന്ന് പറഞ്ഞു. ഹൗ മെനി അവേഴ്സ് ആഫ്റ്റർ 10 PM വിൽ ദ മൂൺ സെറ്റ്സ് ഓൺ തേഴ്സ്ഡേ? അപ്പം 10 PM കഴിഞ്ഞ് എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തേഴ്സ്ഡേയിൽ മൂൺ സെറ്റാകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ മൺഡേയിലാണ് 10 PM മൂൺ സെറ്റാകുന്നത്. ഓരോ ദിവസവും 5 by 6 hours ലേറ്ററായിട്ടാണ് മൂൺ സെറ്റാകുന്നത്. അപ്പം മൺഡേ കഴിഞ്ഞ് ട്യൂസ്ഡേയിൽ വീണ്ടും 10 PM കഴിഞ്ഞ് 5 by 6 hours കൂടെ വൈകി മൂൺ സെറ്റാവും. വെനസ്ഡേയിൽ വീണ്ടും 5 by 6 hours കൂടെ വൈകി മൂൺ സെറ്റാവും. തേഴ്സ്ഡേയിലാകുമ്പം വീണ്ടും 5 by 6 hours. അപ്പോൾ മൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെ 3 days ആണുള്ളത് അല്ലേ. അപ്പോൾ മൊത്തം ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 3 × 5 by 6 ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം മൺഡേ ടു തേഴ്സ്ഡേ ഇസ് ഈക്വൽ ടു 3 days. 3 എന്ന് മതി കേട്ടോ, 3. അടുത്ത എന്തെഴുതാം? ഡിലേ ഇൻ മൂൺ സെറ്റിംഗ് ടൈം പെർ ഡേ. ഓരോ ദിവസവും മൂൺ സെറ്റാകാനുള്ള ഡിലേ അതെത്രയാണ്? 5 by 6 hours is equal to 5 by 6 hours. ഇനി അടുത്തത് ഡിലേ ഇൻ സെറ്റിംഗ് ടൈം ഓവർ 3 days. ഇത് ഓരോ ദിവസത്തെയുമാണ് 5 by 6. ഇനി നമ്മൾ 3 daysലേ കണ്ടുപിടിക്കുന്നു. ഡിലേ ഇൻ മൂൺ സെറ്റിംഗ് ടൈം ഓവർ 3 days. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 × 5 by 6 is equal to 15 by 6. ഈ 15 by 6നെ നമുക്ക് 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 കിട്ടും. അപ്പോൾ 5 by 2 hours എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ഈ 5 by 2 hours എന്ന് പറയുന്നത് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം 1 hour എന്ന് പറയുന്നത് എത്രയാണ്? 60 minutes ആണ് അല്ലേ. അപ്പോൾ നമ്മൾ 2 hour എത്ര മിനിറ്റ്സ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 2 × 60 ചെയ്യും. അങ്ങനെയാണെങ്കിൽ 5 by 2 hours എത്ര മിനിറ്റ്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? 5 by 2 × 60 ചെയ്യും. ദാറ്റ് ഈസ് 300 by 2. 300 by 2 ഈസ് 150 minutes. അപ്പോൾ 150 minutesനെ അവേഴ്സിലാക്കി നമുക്ക് എങ്ങനെ എഴുതാം? 62 times ചെയ്താൽ 120 ആകും അല്ലേ. ഇതിനെ നമുക്കപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് 120 minutes + 30 minutes എന്ന് എഴുതാം. 120 minutes എന്ന് പറയുന്നത് 2 hours 30 minutes. അപ്പോൾ വരുന്ന ഡിലേ എത്രയാണ്? 2 hours 30 minutesൻ്റെ ഡിലേ ആണ് ഉണ്ടാകുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം? ദസ് ദ മൂൺ വിൽ സെറ്റ് 2 hours 30 minutes ആഫ്റ്റർ 10 PM ഓൺ തേഴ്സ്ഡേ. ഇങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ നിങ്ങളിവിടെ എഴുതിക്കണം കേട്ടോ. ഇനി അടുത്ത 5th question. മൾട്ടിപ്ലൈ ആൻഡ് ദെൻ കൺവേർട്ട് ഇറ്റ് ഇൻറ്റു എ മിക്സ്ഡ് ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 7 × 3 by 5. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒരു ഹോൾ നമ്പറും ഒരു ഫ്രാക്ഷനുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഹോൾ നമ്പർ ഇൻറ്റു ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അങ്ങനെയാണ് എഴുതുക അല്ലേ. അപ്പോൾ 7 × 3 by 5 is equal to 21 by 5. ഇവിടെ നമുക്ക് 21 അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്ററെക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കണം. 21 ഡിവൈഡഡ് ബൈ 5 4 5s are 21. റിമൈൻഡർ നമുക്ക് 1 കിട്ടി. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? കോഷ്യൻ്റ് ഈസ് ഹോൾ നമ്പർ, റിമൈൻഡർ ഈസ് ന്യൂമറേറ്റർ ആൻഡ് ഡിവൈസർ ഈസ് ഡിനോമിനേറ്റർ. 4 1 by 5 എന്ന് കിട്ടി. അടുത്ത 4 × 1 by 3. ഇതിനെ എങ്ങനെ എഴുതാം? 4 × 1 ഡിവൈഡഡ് ബൈ 3 is equal to 4 by 3.
ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനായിട്ട് എങ്ങനെ എഴുതാം? 4/3. അപ്പോൾ 4ൽ 1 ടൈം 4 - 3 is 1/3. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ 4/3 ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടോ? 1/3. അടുത്ത ഇതെങ്ങനെ വരും? 9 × 6/7 is equal to 54/7. 54ൽ 7 എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ്. 7 7s are 49. ഇവിടെ 5 വരും അല്ലേ? ഇപ്പോൾ എന്ത് വന്നു? 7 5/7. ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. 7 5/7. അടുത്ത ഇത് 13 × 6/11. 13 × 6 is 78. 78/11. That is 7 1/11 വരും. 11 × 7 77. 78 - 77 is 1. റിമൈൻഡർ 1 വരും. അപ്പോൾ അതാ ഇങ്ങനെ വരും. ഓക്കെ, ഡയറക്റ്റ് എഴുതാൻ അറിയാവുന്നവർ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 176 ഫിഗർ ഇറ്റ് ഔട്ട് ഫുള്ള് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.